ഇത് ഭാനുമതി ടീച്ചർ, മലയാളത്തിന്റെ മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഭാര്യ. 92 വയസ്സായ ഇവരുടെ ജീവിത സായാഹ്നത്തിൽ പക്ഷേ ഇപ്പോഴും അലട്ടുന്നത് നടക്കാതെ പോയ ഒരു സ്വപ്നമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സിൽ സജീവമായി പ്രവർത്തിക്കുന്ന 1999 കാലഘട്ടം. സർവീസ് കഴിയുന്നതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി വൃദ്ധസദനമെന്ന ആശയവും. അതിന്റെ നിർമ്മാണത്തിന് മകന്റെ പേരിലുള്ള 57 സെന്റ് ഭൂമിയും ഒല്ലൂക്കരയിൽ ടീച്ചർ നൽകി. 99 നൽകിയ ഭൂമിയിൽ 1 വർഷം കൊണ്ട് വൃദ്ധസദനം പൂർത്തിയാക്കണമെന്ന കരാറിലായിരുന്നു ഭൂമി നൽകിയതെങ്കിലും ഒല്ലൂക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ വൃദ്ധസദനം വരുന്നത് 4 വർഷം കഴിഞ്ഞ്. മാത്രവുമല്ല, ആധാരത്തിൽ കൃത്രിമത്വം കാണിച്ചതായും ടീച്ചർ പറയുന്നു. ആധാരം ഞാനോ മകനോ ആധാരം വായിച്ചു നോക്കുകയും കൂടി ചെയ്തില്ല. കാരണം ഒരു സംഘടനയുടെ, അതും KSSPU ഒല്ലൂക്കര ബ്ലോക്ക് കമ്മിറ്റി എന്ന് പറയുന്നില്ല, ഉള്ള ഒരു സെക്രട്ടറിക്ക് അതിൽ മറിച്ചൊന്നും ചെയ്യാൻ വഴിയില്ല. എന്നാൽ പ്രവർത്തിക്കുന്നത് വൃദ്ധസദനം തന്നെയാണെന്ന് 1999 മുതൽ ഇന്ന് വരെ സെക്രട്ടറിയായി തുടരുന്നയാൾ പറയുന്നു. വൃദ്ധസദനം തന്നെയാണ്. ഒല്ലൂക്കരയിലുള്ള വൃദ്ധസദനമാണിത്. എന്നാൽ വാടക കൊടുത്താൽ ആർക്കും ഇവിടെ താമസിക്കാം. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ചെറുപ്പക്കാരാണ്. പ്രായമുള്ള ഒരാൾ പോലുമില്ല. കരാർ ലംഘിച്ചും ആധാരം തിരുത്തിയും തട്ടിയെടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ കോടതിയിലൂടെ ടീച്ചർ ശ്രമിക്കുമ്പോഴെല്ലാം ആരോഗ്യം ടീച്ചറെ പരാജയപ്പെടുത്തുകയാണ്. 22-ന് മുഖ്യമന്ത്രി തൃശൂരിലെത്തുമ്പോൾ കണ്ടു പരാതി പറയണമെന്നും ഈ അമ്മയ്ക്കുണ്ട്. ക്യാമറാമാൻ സഞ്ജുവിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1, തൃശൂർ.